ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക തീയലാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. 4 പേർക്ക് കഴിക്കാൻ പാകത്തിന് അളവിനാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പാവയ്ക്ക തീയൽ ഉണ്ടാക്കുമ്പോൾ 2-3 ദിവസം കേടുകൂടാതിരിക്കും. ഞാനിതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ തുടർന്ന് വഴറ്റി കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തേങ്ങയ്ക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓഫാക്കിയിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇനി ഈ സമയം കൊണ്ട് പാവയ്ക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി അതൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഞാനിവിടെ നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചൂടുവെള്ളത്തിലാണ് ഇത് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 7-8 ചെറിയുള്ളിയും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തത് ഇവിടെ ചൂടാറി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തേങ്ങ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത പാവയ്ക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3-4 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം പാവയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചെറിയുള്ളിയും പാവയ്ക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നല്ല രീതിക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ജാറ് കഴുകിയ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. കയ്പ്പ് തീരെ പറ്റാത്തവർക്കാണെങ്കിൽ കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാവയ്ക്ക തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.